എടാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനകത്ത് ഒരു വട്ടം കിടക്കുന്ന ക്വസ്റ്റ്യൻ അല്ല അടുത്ത്. ക്വസ്റ്റ്യൻ മുകളിൽ കിടപ്പുണ്ട്, എല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ ഉണ്ട്, അതിലൂടെ ബിയിൽ നിന്നും എയിലോട്ടേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതിന് മുകളിൽ നിങ്ങൾ കാണുന്നുണ്ട് ഒരു സർക്കുലാർ കോയിൽ. ആ സർക്കുലാർ കോയിലിനകത്ത് ഒരു കറണ്ട് ഉണ്ടാവും, അതെങ്ങോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നത്? നമുക്കറിയാം ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഫ്ലെക്സ് ചേഞ്ച് ഉണ്ടെങ്കിൽ ആ കോയിലിനകത്ത് ഉറപ്പായും ഒരു EMF ഉണ്ടാവും, അതൊരു കറണ്ട് ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെ ഇവിടെ ഫ്ലെക്സ് ചേഞ്ച് ആയി നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ താഴെ കൂടെ പോകുന്ന ഈ സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ നോക്കുകയാണ്. അതിന് നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കറണ്ട് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും? അകത്തോട്ട് പോയിട്ട് പുറത്തോട്ട് ഇറങ്ങി വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കോയിൽ നമ്മൾ അതേപോലെ അപ്ലൈ ചെയ്യാൻ നേരത്ത് എങ്ങോട്ടേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്? അകത്തോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് അല്ലേ. യെസ്, അതിൽ സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ഈ കറണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടേക്കാണ് അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അകത്തോട്ടേക്കാണ് പോകുന്നത്. അതാണ് ക്രോസ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് കറണ്ട് കുറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറയും. അപ്പോൾ അകത്തോട്ട് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കുറയുന്നു. അതുകൊണ്ടാണ് അവിടെ എന്തുണ്ടായത്? EMF ഉണ്ടായത്. അപ്പോൾ ആ EMF എന്ത് ചെയ്യും? ആ EMF അതിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ അകത്തോട്ട് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കുറയുന്നത് കൊണ്ടാണ് EMF ഉണ്ടായത്. അപ്പോൾ EMF എന്ത് ചെയ്യും? ആ മാഗ്നറ്റിക് ഫീൽഡിനെ കൂട്ടാൻ ശ്രമിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ EMF ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് തന്നെ ആയിരിക്കണം? അകത്തോട്ട് തന്നെ ആയിരിക്കണം. അകത്തോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കറണ്ട് ഷുഡ് ബി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഉറപ്പാണ് ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. എങ്ങനെയായിരിക്കും ഇവിടെ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇതേപോലെ അടിപൊളി ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.